ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഓരോന്ന് വിശദീകരിച്ച് നാം സഫ മർവകൾക്കിടയിലുള്ള നടത്തം സഅയ് എന്ന് പറയുന്നതാണ് കഴിഞ്ഞ നമ്മുടെ സിറ്റിങ്ങിൽ നമ്മൾ പൂർത്തിയാക്കിയത്. ഇന്ന് നാം ഹജ്ജ് നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉംറ കർമ്മം നിർവഹിച്ചതിന് ശേഷം പിന്നീട് മിനായിലേക്ക് പോവുകയാണ്. ദുൽഹജ്ജ് 8-നാണ് മിനയിലേക്ക് പോകുന്നത്. അതോടുകൂടിയാണ് ഹജ്ജ് കർമ്മത്തിൻ്റെ തുടക്കം കുറിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ ദുൽഹജ്ജ് 8-ന് ഇസ്ലാമിയിൽ ഒരു പ്രത്യേകമായ പേരുണ്ട്, യൗമുത്തർവിയ. യൗമുത്തർവിയ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇന്ന് പണ്ടത്തെ കാലത്തെ പോലെയല്ലല്ലോ. ആദ്യകാലങ്ങളിൽ കുളിക്കാനും കുടിക്കാനും ആവശ്യത്തിനുള്ള ഉപയോഗിക്കാനുള്ള മുഴുവൻ പാനജനവും വെള്ളവും മനുഷ്യന്മാർ അവനവൻ്റെ കൈകൾ കൊണ്ട് തോൾ സഞ്ചികളിലോ മറ്റോ മിനായിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. അന്ന് മുതൽ അതിന് പറയപ്പെട്ട ദുൽഹജ്ജ് 8-ന് പറയപ്പെട്ട പേരാണ് യൗമുത്തർവിയ എന്ന് പറയുന്നത്. ഈ ദുൽഹജ്ജ് 8-ന് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നത് ബ്രീഫായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. യൗമുത്തർവിയയുടെ ദിവസം രാവിലെ ദുൽഹജ്ജ് 8 രാവിലെ കുളിച്ച് ഫ്രഷായി നമ്മളെല്ലാവരും മിനായിലേക്ക്, ടെൻറ്റുകളിലേക്ക്, മിനസ്ഥലത്തിലേക്ക്, മബീത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ദുഹറിൻ്റെ മുമ്പ് കുളിയും ഡ്രസ്സിങ്ങും കഴിഞ്ഞ് ഉംറയ്ക്ക് എങ്ങനെയാണോ മീഖാത്തിൽ വെച്ച് നാം ഇഹ്റാം ചെയ്തത്, അതുപോലെ കുളിക്കലും ഡ്രസ്സ് മാറ്റലും സുഗന്ധദ്രവ്യം ബോഡിയിൽ ഉപയോഗിക്കലും. എന്നാൽ പുരുഷന്മാർ ഒരിക്കലും അവരുടെ ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല. ഇഹ്റാമിൻ്റെ സമയത്ത് മീഖാത്തിൽ വെച്ച് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുവോ അതെല്ലാം ഇവിടെ ഹാജിക്കാർ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് യൗമുത്തർവിയയിൽ ഇഹ്റാം ചെയ്യുന്ന ഹാജിമാർക്കും ബാധകമാണെന്ന് ഓർക്കുക. ദുഹ്ർ സ്വലായുടെ മുമ്പ് മിനയിൽ വെച്ച്, അതല്ലെങ്കിൽ മറ്റെവിടെയാണോ നമ്മൾ ഉള്ളത്, മക്കയിൽ ഹറമിൽ എവിടെയാണോ ഉള്ളത്, അവിടെ നിന്ന് കുളിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞ് മിനായിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. പിന്നീട് മിനയിൽ ദുഹറിൻ്റെ മുമ്പ് മിനയിലെത്തുന്നു. മിനയിലെത്തിക്കഴിഞ്ഞാൽ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം മിനയിലുള്ള ആരാധനാക്രമം, നടപടിക്രമം, സുന്നത്ത് എന്ന് പറയുന്നത്, മിനയിൽ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യാൻ ദുൽഹജ്ജ് 8-ൻ്റെ അന്നില്ല. അന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ ദുഹറിൻ്റെ സമയത്ത് 2 റക്അത്തായി ടെൻറ്റിൽ വെച്ച് മിനയിൽ വെച്ച് നമസ്കരിക്കുക. അസറിൻ്റെ സമയമാകുമ്പോൾ അസർ 2 റക്അത്ത് നമ്മൾ നമസ്കരിക്കുക. ജമ്മില്ല, ഖസ്റുണ്ട്. അങ്ങനെയാണ് നമസ്കാരം മിനയിൽ. ആ നമസ്കാരം നിർവഹിച്ച് നമ്മൾ ആ മിനയിൽ ദിക്റുകളിലും ദുആകളിലുമായി കഴിഞ്ഞുകൂടുക. അത് കഴിഞ്ഞാൽ ഈവനിങ്ങായി, വൈകുന്നേരമായി കഴിഞ്ഞാൽ മിനയിൽ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന്, അഥവാ 9-ൻ്റെ രാത്രി, ദുൽഹജ്ജ് 9-ൻ്റെ രാത്രി നമ്മൾ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് ശക്തമായ നിർബന്ധമായ ഒരു കർമ്മമാണ്. എല്ലാവരും യൗമുത്തർവിയയുടെ അന്ന് ദുൽഹജ്ജ് 8-ന് രാത്രിയിൽ 9-ൻ്റെ രാവിൽ മിനയിൽ രാപ്പാർക്കുക. അവിടെ ദുഹറും അസറും മഗ്രിബും ഇശാഉം അതാതിൻ്റെ സമയങ്ങളിൽ ജമ്മ് ചെയ്യാതെ, ഒരുമിച്ച് കൂട്ടാതെ അവിടെ വെച്ച് ഖസ്റാക്കിക്കൊണ്ട് നമ്മൾ നമസ്കാരം നിർവഹിക്കുക.
സുബഹിയായാൽ സുബഹിൻ്റെ നമസ്കാരം നിർവഹിക്കുക. പിന്നീട് അവിടെ വെച്ചുകൊണ്ട് ദിക്റുകളിലും ദുആകളിലും നമ്മൾ വ്യാപൃതരാവുക. ഇതാണ് മിനയിൽ നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ദുൽഹജ്ജ് 9 കഴിഞ്ഞാൽ പലപ്പോഴും തന്നെ ദുൽഹജ്ജ് 8 അന്ന് മിനയിൽ വെച്ച് നമസ്കാരം കസറും ജമ്മുമാക്കുന്ന ആളുകൾ കാണപ്പെടാറുണ്ട്. ഇത് ശരിയല്ല. ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിൻ്റെ ഭാഗമായി കസറായി നമസ്കാരം നിർവഹിക്കുക. അത് മക്കയിലുള്ള ആളുകളാണെങ്കിലും ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനയിലെത്തിയവരാണോ അവർ ഹജ്ജിൻ്റെ ഭാഗമായി കസറായി നമസ്കാരം നിർവഹിക്കണം. ജമ്മാക്കുന്നതിനും പാടില്ല. അവിടെ വെച്ച് ധാരാളം നിരന്തരം നമ്മൾ തക്ബീർ തൽബിയത്തുകൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക ലാ മുൽക ലക. ഈ തൽബിയത്ത് അത് ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ യൗമു തർബിയയുടെ അന്ന് ദുൽഹജ്ജ് 8 രാത്രിയിൽ മിനയിൽ രാപ്പാർക്കാതിരിക്കുക. അലംഭാവം കാണിച്ച് അശ്രദ്ധ കാണിച്ച് എതിലെങ്കിലും പോയി ദുൽഹജ്ജ് 9 അന്ന് അറഫയിലേക്ക് നേരെ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ഹജ്ജിൻ്റെ പൂർണ്ണത രൂപം നമുക്ക് കിട്ടാൻ നമ്മുടെ ഹജ്ജുകൾ സഅയും മഷ്കൂറും അതുപോലെ ഖൈറായ ഹജ്ജുമാകി മാറുവാൻ ആ മബീത്ത് ദുൽഹജ്ജ് 8 അന്ന് ഇവിടെ പാർക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് എന്നോർക്കുക. ഇങ്ങനെ മിനയിൽ വെച്ച് നിർവഹിക്കേണ്ട ദുൽഹജ്ജ് 8 അന്ന് നിർവഹിക്കേണ്ട വളരെ ലളിതമായ കർമ്മങ്ങൾ ഹജ്ജിൻ്റെ ഭാഗമായി പ്രവാചകൻ പഠിപ്പിച്ചത് നിർവഹിക്കുക. അങ്ങനെ മബ്റൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.